കോഴിക്കോട് നിന്ന് അങ്ങനെ വന്ദേ ഭാരതും കയറി നേരെ കാസർഗോഡ് വരെ പോവാണ് കേട്ടോ. ഇന്ത്യയിലെ ഏറ്റവും പഴക്കം ചെന്ന പള്ളികളിൽ ഒന്നായിട്ടുള്ള മാലിക് ദീനാർ മസ്ജിദ് കാണാൻ വേണ്ടിയിട്ടാണ് എന്റെ ഇന്നത്തെ യാത്ര. കോഴിക്കോട് നിന്ന് 11:30 മണിക്കായിരുന്നു വന്ദേ ഭാരത്. ഏകദേശം ഒരു 1:30 മണിയായപ്പോൾ തന്നെ നമ്മൾ കാസർഗോഡ് റെയിൽവേ സ്റ്റേഷനിലെത്തി. ഓഫ് സീസൺ ആയതുകൊണ്ട് തിരക്ക് കുറവായിരുന്നു. 650 രൂപയാണ് ഒരാൾക്ക് ടിക്കറ്റ് ചാർജ് വരുന്നത്. വിത്തൗട്ട് ഫുഡാണ് കേട്ടോ. ഇനി നിങ്ങൾക്ക് ഫുഡ് വേണമെങ്കിൽ എക്സ്ട്രാ ആഡ് ചെയ്യാവുന്നതാണ്. സീറ്റുകളൊക്കെ ഒരുപാട് കാലി ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ കാസർഗോഡ് റെയിൽവേ സ്റ്റേഷനിൽ വന്നിറങ്ങിയിട്ടുണ്ട്. റെയിൽവേ സ്റ്റേഷനിൽ നിന്നും 1.5 കിലോമീറ്റർ ഡിസ്റ്റൻസിലായിട്ടാണ് കാസർഗോഡ് തളങ്കരയിലുള്ള ഇന്ത്യയിലെ തന്നെ ഏറ്റവും പഴക്കം ചെന്ന പള്ളികളിൽ ഒന്നായിട്ടുള്ള മാലിക് ദീനാർ മസ്ജിദ് സ്ഥിതി ചെയ്യുന്നത്. ചരിത്ര പ്രസിദ്ധമായിട്ടുള്ള ഒരു തീർത്ഥാടന കേന്ദ്രവും കൂടിയാണ് മാലിക് ദീനാർ മസ്ജിദ്. 642 ഒരു പേർഷ്യൻ പണ്ഡിതനായ മാലിക് ഇബ്നു ദിനാർ സ്ഥാപിച്ചതായിട്ടാണ് വിശ്വസിക്കപ്പെടുന്നത്. ഈ പ്രദേശത്ത് ഇസ്ലാമിന്റെ ആദ്യകാല വ്യാപനത്തിൽ നിർണായക പങ്കു വഹിച്ചിട്ടുണ്ട്. ഇന്ത്യയുടെ ആദ്യകാല ഇസ്ലാമിക പൈതൃകത്തിന്റെ ഒരു പ്രധാന പ്രതീകമാണ് ഈ ഒരു പള്ളി. കേരളത്തിലേക്ക് ഇസ്ലാമിനെ പരിചയപ്പെടുത്തിയതിനും മലബാർ തീരത്ത് നിരവധി പള്ളികൾ സ്ഥാപിച്ചതിനും മാലിക് ഇബ്നു ദിനാറും കൂട്ടാളികളും ബഹുമതി അർഹിക്കുന്നുണ്ട്. പള്ളിയിലെ ക്യാമ്പസിനകത്താണ് മാലിക് ഇബ്നു ദിനാർ അന്ത്യവിശ്രമം കൊള്ളുന്നത്. വാർഷികത്തിന്റെ ഭാഗമായിട്ട് ഇവിടെ എല്ലാ കൊല്ലവും ഉറൂസ് നടക്കാറുണ്ട്. ആയിരക്കണക്കിന് ഭക്തരാണ് ആ ഉറൂസിൽ പങ്കെടുക്കുക. ദരിദ്രരായിട്ടുള്ള പാവപ്പെട്ട ജനങ്ങൾക്ക് ഭക്ഷണം വിതരണം ചെയ്യുന്നതും പതാക ഉയർത്തലുമൊക്കെ ഇവിടുത്തെ പ്രധാന ചടങ്ങുകളിൽ ഒന്നാണ്. ചരിഞ്ഞ മേൽക്കൂരകളും സങ്കീർണമായ മരപ്പണികളുമുള്ള പള്ളിയുടെ വാസ്തുവിദ്യ കേരളത്തിന്റെ തന്നെ പരമ്പരാഗത ശൈലിയെ പ്രതിഫലിപ്പിക്കുന്നു. പ്രാദേശിക കരകൗശല വൈദഗ്ധ്യത്തിന്റെയും ഇസ്ലാമിക പാരമ്പര്യത്തിന്റെയും സംയോജനം ഒരു വ്യക്തിയുക്തമായ സവിശേഷത കൂടിയാണ്. മക്കയിൽ നിന്നും കൊണ്ടുവന്നതാണെന്ന് കരുതപ്പെടുന്ന വാതിലുകളും മാർബിൾ കല്ലുകളും ഉൾപ്പെടെയുള്ള യഥാർത്ഥ കെട്ടിടത്തിന്റെ ചില ഭാഗങ്ങളും ഇന്നും ഇവിടെ സംരക്ഷിക്കപ്പെട്ടിട്ടുണ്ട്. ഇവിടെ വന്നപ്പോൾ ഉണ്ടല്ലോ നമ്മുടെ മനസ്സിനും ശരീരത്തിനൊക്കെ വല്ലാത്തൊരു റിലാക്സേഷനാണ്. ശാന്തവും സമാധാനവും തരുന്ന ഒരു അന്തരീക്ഷം. കാണാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് വിസിറ്റ് ചെയ്ത് നോക്കുക. എല്ലാവർക്കും ഇഷ്ടപ്പെടും. നമ്മുടെ സ്വന്തം കാസർഗോഡ് തളങ്കരയിലുള്ള മാലിക് ദീനാർ മസ്ജിദ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നിങ്ങളുടെ അഭിപ്രായവും വീഡിയോ ലൈക്കും ചെയ്യണം. നമ്മുടെ പേജ് ഫോളോ ചെയ്യുക. മറ്റൊരു യാത്രയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.